ഏപ്രിൽ 15 വിശുദ്ധ പീറ്റർ ഗൊൺസാലസിനെ ഓർമ്മിക്കുന്ന ദിവസമാണ്. സ്പെയിനിൽ അറ്റോർഗോ എന്ന പ്രദേശത്ത് ഒരു പ്രസിദ്ധ കുടുംബത്തിൽ പീറ്റർ പൂജാതനായി. പഠനത്തിന് സമർത്ഥനായിരുന്ന ഈ ബാലൻ വൈദിക പഠനം ആരംഭിച്ചു. ഇളയച്ചൻ സ്ഥലത്തെ മെത്രാനായിരുന്നുകൊണ്ട് സ്വല്പം മായാസ്തുതി ജീവിതത്തിൽ കലർന്നിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ആഘോഷങ്ങളുടെ ഇടയിൽ പീറ്റർ കുതിരപ്പുറത്ത് നിന്ന് വീണത്. ലജ്ജിതനായ പീറ്റർ സ്വാർത്ഥ പ്രതിപത്തിയോടുള്ള അഹങ്കാരത്തോടും സമരം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. വിജയം സുരക്ഷിതമാക്കുവാൻ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ലോകാരൂപി സന്യാസമന്ദിരങ്ങളിൽ കടന്നു ചെന്ന് അദ്ദേഹത്തെ ലോകത്തിലേക്ക് മാടി വിളിച്ചെങ്കിലും ദിവ്യപ്രകാശം അദ്ദേഹത്തെ മുന്നോട്ട് ആനയിച്ചു. എളിമയിലും പ്രാശ്ചിത്യത്തിലും ഉറച്ചു നിന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ അധികാരികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. ജീവിതശിഷ്ടം അദ്ദേഹം ഇങ്ങനെ ചെയ്തു. രാത്രി ദീർഘസമയം പ്രാർത്ഥിക്കുകയും ദിവ്യകീർത്തനങ്ങൾ പാടുകയും ചെയ്ത ശേഷം പകൽ അദ്ദേഹം വിശ്വാസികളോട് പ്രസംഗിക്കുക പതിവായിരുന്നു. ദൈവസ്നേഹത്താൽ രൂപം പ്രാപിച്ചതും മാതൃകയുടെ പിന്തുണ ഉണ്ടായിരുന്നതുമായ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ ചിന്താമഗ്നരാക്കി. മഹാപാപികൾ കണ്ണുനീർ ചിന്തി അദ്ദേഹത്തിൻ്റെ പാദാന്തികത്തിൽ വീഴുമായിരുന്നു. ഈ മാനസാന്തരങ്ങളെപ്പറ്റി കേൾക്കാനിടയായ ഫെർഡിനൻഡ് തൃതീയൻ രാജാവ് ഫാദർ പീറ്ററിനെ കൂടെ താമസിക്കുവാൻ ക്ഷണിച്ചു. ആശ്രമത്തിലെന്ന പോലെ കൊട്ടാരത്തിലും അദ്ദേഹം താമസിച്ചു. കൊട്ടാരത്തിൽ ഒരു ദാസി പീറ്ററിനെ വശീകരിച്ചു. പാപത്തിൽ വീഴിക്കുമെന്ന് വീമ്പടിച്ച ശേഷം തനിക്ക് ഫാദർ പീറ്ററിൻ്റെ മുറിയിൽ ചേർന്ന് കുമ്പസാരിക്കാൻ ശ്രമിച്ചു. പാപത്തിൽ വീഴിക്കുകയായിരുന്നു ലക്ഷ്യം. അവസാനം അവൾ മാനസാന്തരപ്പെട്ടൊരു നല്ല കുമ്പസാരം നടത്തി. യുദ്ധത്തിൽ വിജയം വരിക്കുമ്പോൾ മോഹവികാരങ്ങളെ നിയന്ത്രിക്കുവാനും കവർച്ചയ്ക്കുള്ള തീഷ്ണതയെ കൈവെടിയുവാനും പടയാളികളെ ഫാദർ പീറ്റർ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധനായ രാജാവിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ദരിദ്രരോട് പ്രസംഗിക്കുവാൻ അദ്ദേഹം കൊട്ടാരത്തിൽ പോയി കൊടും മലയിൽ കയറി അത്യന്തം കഷ്ടപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് പോയി കൊടും മലയിൽ കയറി കഷ്ടപ്പെട്ടു. കബോസ്റ്റില്ലോ രൂപതയിലും ടൂയി രൂപതയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വമ്പിച്ച വിജയമായിരുന്നു. ഈ പ്രസംഗങ്ങളുടെ ഇടയ്ക്ക് ക്ഷീണിതനായി 56-ാമത്തെ വയസ്സിൽ ടൂയി രൂപതയിൽ വെച്ച് അന്തരിച്ചു. വിശുദ്ധനെ നമുക്ക് ഓർമ്മിക്കാം. വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ പീറ്റർ ഗൊൺസാലസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെ പ്രസംഗിക്കുവാനും യേശുവിൽ നിന്ന് ശക്തി സംഭരിക്കുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് വിശുദ്ധൻ്റെ പരിശുദ്ധിയാൽ ഞങ്ങളുടെ ജീവിതത്തെ പവിത്രീകരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.